അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചാമ്പയ്ക്ക പറിച്ച് ഉപ്പും മുളകും കൂട്ടി കഴിക്കലാണ് കേട്ടോ. എന്തായാലും ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. പാച്ചുക്കുട്ടനും ബേലിക്കുട്ടിയും പിന്നെ ഇങ്ങനത്തെ കാര്യത്തിന് എന്ത് പറഞ്ഞാലും ഓടി ഫസ്റ്റ് വന്ന് നിൽക്കുവേ. പിന്നെ ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ കൂട്ടുകാർ ഇവരൊക്കെ തന്നെയാണ് കേട്ടോ. പാച്ചുക്കുട്ടൻ്റെ വീട്ടിലായിരുന്നേ ചാമ്പയ്ക്ക ഉണ്ടായിരുന്നത്. പനിനീർ ചാമ്പയായിരുന്നു, പക്ഷെ അത് മൊത്തം കേടായിരുന്നു കേട്ടോ. ഇത്തവണ ഒത്തിരി ഉണ്ടായെങ്കിലും കുറേ താഴെ ചാടിപ്പോയി. ഇനി ഉള്ളതാണെങ്കിൽ തന്നെ അതിനകത്ത് നിറച്ചും പുഴുവായിരുന്നു. ഏതിനകത്താ പുഴുവെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. തുറന്നു കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ ഉള്ളിലെ പുഴുവിനെ നമുക്ക് കാണാൻ പറ്റുള്ളായിരുന്നു. പിന്നെ അധികം മൂക്കാത്ത ചാമ്പയ്ക്ക് നോക്കി പറിച്ചാലാട്ടോ പുഴുവില്ലാത്ത ഒന്നോ രണ്ടോ ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ കിട്ടുള്ളൂ. അങ്ങനെ മൂക്കാത്തതാണെങ്കിൽ അതിനധികം മധുരം ഉണ്ടാവില്ല. ഇനി മൂത്തതാണെങ്കിലും വലിയ കാര്യമായിട്ട് മധുരമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഈ വേനൽക്കാലത്ത് കഴിക്കാൻ നല്ലതാണേ. നന്നായിട്ട് അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട്. പിന്നെ മാങ്ങയാണെങ്കിലും പേരയ്ക്കാണെങ്കിലും ചാമ്പയ്ക്കൊക്കെ ആണെങ്കിൽ തന്നെ അത് ഉപ്പും മുളകും കൂട്ടി കഴിക്കുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ. ഞങ്ങൾ പിന്നെ ഒന്നും നോക്കില്ല, ഒന്നോ രണ്ടെണ്ണമാണ് കിട്ടിയതെങ്കിൽ പോലും അതങ്ങ് എടുത്തു, നന്നായിട്ട് കഴുകി ചെറിയ പീസാക്കി ഉപ്പും മുളകും ഇട്ട് അങ്ങോട്ട് കഴിച്ചു. ചാമ്പയ്ക്ക് പറിക്കാൻ മാത്രമാണേ പീലിക്കുട്ടി കൂടെ ഉണ്ടായിരുന്നുള്ളൂ, കഴിക്കാൻ അവൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് എരിവ് പറ്റില്ലേ. എന്തായാലും കിട്ടിയ ചാമ്പയ്ക്ക് ഞങ്ങൾ 3 പേരും കൂടി നന്നായിട്ട് അകത്താക്കി.